ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ അഡ്വക്കേറ്റ് അഞ്ജലി സീരിയലിലെ പുതിയൊരു റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ നമ്മുടെ അനുപമയാണെന്നുണ്ടെങ്കിൽ കാവ്യനെ വിളിച്ച് പറയാണ് ചെയ്യണത്. എന്നാലും കുറുപ്പങ്ങൾ അവിടെ വന്നിട്ട് നിന്നോട് കാര്യങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ കാവ്യ, വല്ലാത്ത കഷ്ടം തന്നെ. ചേച്ചി എന്താന്ന് വെച്ചാ കാര്യം പറ ചേച്ചി, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് കാവ്യ പറയുമ്പോഴേക്കും അനുപമ പറയണ്ട്, ഇനി എന്ത് പറയാൻ, നീ കാത്തു വെച്ച കസ്തൂരി മാമ്പഴമേ അഞ്ജലി കുത്തിക്കൊണ്ടുപോയി. അതായത് നീ സ്നേഹിച്ച് നീ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിച്ച അർജുൻ രാഘവിന് ഇന്ന് അഞ്ജലി സ്വന്തമാക്കിയിട്ട് ഇന്ന് അഞ്ജലിയുടെ അർജുന്റെ ആദ്യരാത്രിയാണ് ശംഖുചക്രത്തിൽ നടക്കാൻ വേണ്ടി പോണത്. വാട്ട് ചേച്ചി എന്തൊക്കെയാ പറഞ്ഞത്? യെസ്, റിയാലിറ്റി, സത്യം. എനിക്ക് തോന്നുന്നു ഇതിലും പ്രധാന പങ്ക് രാഘവനുണ്ണി അങ്കിളിനാണ് എന്താ തോന്നുന്നത്. എന്ത് പറയാനാ, ഇപ്പൊ രണ്ടുപേരും കൂടി ആദ്യരാത്രി ആഘോഷിക്കാൻ വേണ്ടി പോവാണ്. വെച്ചേക്കില്ല, രണ്ടിനും ഞാൻ വെച്ചേക്കില്ല. ഞാൻ കാണിച്ചുതരാം, ഈ കാവ്യ ആരാണെന്ന് കാണിച്ചു തരുന്നുണ്ട് ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് കാവ്യ ഫോം വെക്കാട്ടോ. അനുപമക്ക് സന്തോഷാവാണ്. കൊള്ളാം, അടിപൊളി, ഇനിയെല്ലാം കാവ്യ നോക്കിക്കോളും എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ ഇരിക്കുകയാണ് അനുപമ. കാവ്യ എന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടായിരുന്നൊരു കത്തി എടുത്തോണ്ട് വേഗം നിലത്തേക്ക് ഇറങ്ങി പോവാട്ടോ. അത് സേതു കാണുന്നുണ്ട്. മോളെ കാവ്യ, നീ എവിടേക്കാ ഈ കത്തിയൊക്കെ ആയിട്ട്? വെച്ചേക്കില്ല, ഞാൻ ആരെയും വെച്ചേക്കില്ല. എന്റെ കൂടെ ജീവിക്കാൻ പറ്റാനായിട്ട് അവൻ അഡ്വക്കേറ്റ് അഞ്ജലിനെ വിവാഹം കഴിച്ചു. ഇന്നവർ പുതിയ ജീവിതം തുടങ്ങുവാണ്. സമ്മതിക്കില്ല, രണ്ടിനെ ഞാൻ ജീവിക്കാൻ വേണ്ടി സമ്മതിക്കില്ല. അയ്യോ മോളെ, നീ സത്യങ്ങളൊക്കെ പറഞ്ഞു അല്ലേ? അറിഞ്ഞു, എല്ലാം അറിഞ്ഞു ഞാൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അവളെ അഡ്വക്കേറ്റ് അഞ്ജലി ഞാൻ കൊല്ലാൻ വേണ്ടി പോവാണ്. അയ്യോ മോളെ, നീ അബദ്ധമൊന്നും കാണിക്കല്ലേ. കുറുപ്പേട്ട എന്ന് പറഞ്ഞ് സേതു വിളിക്കാണ്. കുറുപ്പ് വേഗം മുകളിൽ നിന്ന് നിലത്തേക്ക് ഓടി വരുന്നുണ്ട്. അയ്യോ മോളെ, നീ എന്തി കാണിക്കണത്? എല്ലാരും കൂടി എന്നെ പറ്റിക്കുമായിരുന്നു അല്ലേ? അർജുന്റെയും അഞ്ജലിയുടെ വിവാഹം കഴിഞ്ഞു അല്ലേ? മോളെ, ഞാൻ നിന്നോട് സമാധാനത്തോടെ പറയാതിട്ടാണ്, നീ വിചാരിക്കുന്ന പോലെയുള്ള കാര്യങ്ങൾ. ഞാൻ നിനക്ക് വേറൊരു കാര്യം പറഞ്ഞിട്ട് വേണ്ട, ഇനി നിങ്ങൾ ഒരു കാര്യവും പറയണ്ട. മാറി നിൽക്കുക അവിടുന്ന്. കാവ്യ, ഞങ്ങൾ പറയണത് നീ ഒന്ന് കേക്ക്. ഒന്നും കേൾക്കണ്ടെന്ന് പറഞ്ഞില്ലേ? നിങ്ങളൊന്ന് മാറുന്നുണ്ടോ? ഞാൻ ആരാണെന്ന് മുമ്പിൽ നിൽക്കണ നോക്കൊന്നുമില്ല. എന്റെ മുൻപിൽ നിൽക്കുന്ന ആരാണെങ്കിലും കുത്തിക്കളയും ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് കാവ്യ അവിടെ നിന്ന് കത്തിയായിട്ട് വേഗം വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് അവിടെ നിന്ന് അങ്ങ് പോകുവാട്ടോ. ആ സമയത്ത് സേതുവിനോട് കുറുപ്പ് പറയണ്ടേ, എടി വേഗം നീ ആ കീ എടുത്തോണ്ട് വാ എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ കീ എടുത്തോണ്ട് സേതു വന്ന് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കുറുപ്പ് കീ എടുത്തിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് നേരെ കാവ്യ പോയിട്ട് തൊട്ട് പിന്നീട് തന്നെ കുറുപ്പും പോകുന്നുണ്ട് കേട്ടോ. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ പിന്നീട് കാണിക്കണത് നമ്മുടെ അർജുനാണെന്നുണ്ടെങ്കിൽ ആ മണിയറയിൽ ഇങ്ങനെ അഞ്ജലിനെയും കാത്ത് ഇങ്ങനെ ഇരിക്കാട്ടോ. അങ്ങനെ അർജുൻ നോക്കുമ്പോഴേക്കും പതുക്കെ അഞ്ജലി ഒരു ഗ്ലാസ് പാലൊക്കെ ആയിട്ട് അവിടേക്ക് വരുവാണ്. അഞ്ജലി ഇങ്ങനെ പാലായിട്ട് നാണം കുഞ്ഞു തന്നെ കാണുമ്പോഴേക്കും അർജുന് ഭയങ്കര സന്തോഷമാണ്. അർജുൻ വേഗം കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് അഞ്ജലിയുടെ ചോദിക്കണ്ട്, താനെന്താടോ പാല് ഗ്ലാസ് ഒക്കെ ആയിട്ട് എന്ന് ചോദിക്കുമ്പോ അഞ്ജലി ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കാണ്. താനാ പാല് ഗ്ലാസ് അവിടെ വെക്ക് എന്ന് അർജുൻ പറയുന്നുണ്ട്. ശേഷം അർജുൻ വാതില് ലോക്ക് ചെയ്യാട്ടോ. അഞ്ജലി പതുക്കെ നാണത്തോടെ പാല് ഗ്ലാസ് അവിടെ വെച്ചിട്ട് അവിടെ തന്നെ നിൽക്കാണ്. അർജുൻ അഞ്ജലിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് അഞ്ജലിയുടെ അടുത്ത് പറയുന്നുണ്ട്, എനിക്ക് സന്തോഷമായി അഞ്ജലി, കാരണം തനിക്കെന്നോട് ദേഷ്യമൊന്നും ഇല്ലല്ലോ, അതുകൊണ്ടല്ലേ താൻ പാല് ഗ്ലാസ് ആയിട്ട് വന്നത്. അഞ്ജലി പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലായി, എല്ലാം കഥകളൊക്കെ മുത്തശ്ശി പറഞ്ഞു എന്ന് അഞ്ജലി പറയുമ്പോ അർജുനും സന്തോഷവുമാണ്. അർജുൻ പറയുന്നുണ്ട്, അത് എന്റെ അച്ഛൻ രാഘവനുണ്ണി, എനിക്ക് മനസ്സിലായി. രാഘവനുണ്ണി അങ്കിള് മനഃപൂർവ്വം എന്നെയും അർജുനെ തെറ്റിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് എനിക്കെല്ലാം മനസ്സിലായി, എല്ലാം എനിക്ക് ബോധ്യപ്പെട്ടു. പക്ഷെ ഇപ്പോ ഈ സമയം എനിക്ക് അർജുൻ ഒരു സത്യം ചെയ്തു തരണം എന്ന് അഞ്ജലി പറയുന്നുണ്ട്. സത്യമോ? എന്ത് സത്യം എന്ന് അർജുൻ ചോദിക്കുമ്പോ അത് വേറൊന്നല്ല, ഇനി ഒരിക്കലും അർജുൻ എന്നോട് കള്ളം പറയരുത്, നുണ പറയരുത് എന്ന് പറയുമ്പോഴേക്കും അർജുൻ ചിരിച്ചുകൊണ്ട് അഞ്ജലിയുടെ കൈ വാങ്ങിച്ചിട്ട് അഞ്ജലിത് പറയുന്നുണ്ട്, എടോ താൻ ക്ഷമിക്ക്, ഞാൻ ഇനി ഒരിക്കലും തന്നോട് കള്ളം പറയുകയോ കള്ളത്തരം കാണിക്കുകയോ ചെയ്യുകയില്ല. പക്ഷെ താൻ എനിക്ക് മറ്റൊരു സത്യം ചെയ്തു തരണം. അതെന്താ എന്ന് അഞ്ജലി ചോദിക്കുമ്പോ അത് താൻ ഒരിക്കലും എന്നെ വിട്ടുകളഞ്ഞു പോവരുതെന്ന്, താൻ ഒരിക്കലും എൻ്റെ അടുത്തുനിന്ന് അകന്നു പോവില്ലെന്ന്, എന്തൊക്കെ സംഭവിച്ചാലും താൻ എൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് താൻ എനിക്ക് വാക്ക് തരണം എന്ന് പറയുമ്പോഴേക്കും അത് കേൾക്കുമ്പോൾ അഞ്ജലിക്ക് സങ്കടവും സന്തോഷവും ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അഞ്ജലി അർജുന്റെ കയ്യിലേക്ക് വാക്കെടുക്കാണ്. അർജുൻ അഞ്ജലിനെ ചേർത്ത് പിടിക്കുകയാണ്. അഞ്ജലി പതുക്കെ കരയുന്നുണ്ട് കേട്ടോ. അർജുൻ ചോദിക്കണ്ട്, അയ്യോ ഈ രാത്രി കരയാൻ പാടില്ല, അറിയില്ലേ, ഇന്ന് നമ്മുടെ ആദ്യ രാത്രിയാണ്, സന്തോഷിക്കാനുള്ള രാത്രി. ആ രാത്രി കരയാൻ പാടില്ല, നമുക്ക് സന്തോഷിക്കണ്ടേ? പറ, വേണ്ടേ? നമുക്ക് സന്തോഷിക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് അർജുൻ അഞ്ജലിനെ ചേർത്ത് പിടിച്ച് കട്ടിലിലേക്ക് കിടക്കുക കേട്ടോ.
അർജുനും അഞ്ജലി അങ്ങനെ കിടക്കുന്നത് അർജുൻ ഒരു സ്വപ്നം കാണുവാട്ടോ. ശരിക്കും പറഞ്ഞ അർജുൻ പെട്ടെന്ന് അത് സ്വപ്നത്തിൽ നിന്ന് നെട്ടി എഴുന്നേക്കാണ്. അഞ്ജലി ഇതുവരെ എഴുന്നേറ്റ് വന്നില്ലേ എന്നൊക്കെ ആലോചിച്ചിങ്ങനെ ഇരിക്കുന്ന സമയത്ത് അഞ്ജലി വാതിൽ തുറന്ന് അവിടേക്ക് വരുന്നുണ്ട്. കയ്യിൽ പാല് ഗ്ലാസ് ഒന്നും ഇല്ലട്ടോ. അഞ്ജലി വാതിൽ തുറന്ന് വരുമ്പോഴേക്കും ആ റൂം കാണുമ്പോൾ ഞെട്ടി നോക്കുകയാണ്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പൂക്കളും അതുപോലെ പഴങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അത് കാണുമ്പോഴേക്കും അഞ്ജലി സൂക്ഷിച്ചിങ്ങനെ നോക്കുമ്പോൾ അർജുൻ വേഗം അഞ്ജലിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എടോ ഇത് നിത്യയും അതുപോലെ തന്നെ ദീപ്തിയും കൂടി ഒരുക്കിയതാണെന്ന് പറയുമ്പോഴേക്കും അഞ്ജലി മതി, നിർത്ത്, ഇനി എനിക്ക് കഥകളൊന്നും കേൾക്കണ്ട, കേട്ടെടുത്തോളം കഥകൾ കേട്ടെടുത്തോളം എനിക്ക് മതിയായി എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് അഞ്ജലി പറയുന്നുണ്ട്, എനിക്കിനി റെസ്റ്റ് എടുക്കണം, എനിക്ക് കുറച്ചു നേരം കിടക്കണം എന്ന് പറഞ്ഞിട്ട് അഞ്ജലി വേഗം കട്ടിലിൽ പോയി കിടക്കുകയാണ് ചെയ്യണേട്ടോ. അത് കാണുമ്പോഴേക്കും അർജുന് വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട്. അർജുൻ, എടോ വേണ്ട, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കുറച്ച് സമാധാനമാണ് വേണ്ടത്, രാവിലെ മുതൽ ഓരോരോ കഥകൾ കേട്ട് 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 തല പൊട്ടാനായി, ഞാൻ കുറച്ചു നേരം ഉറങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് അഞ്ജലി കട്ടിലേക്ക് കിടന്ന് കണ്ണടയ്ക്കുക കേട്ടോ. ആ സമയത്താണ് അവിടേക്ക് കാവ്യയുടെ വണ്ടി ചീറിപ്പാഞ്ഞു വന്നത്. അനുപമ വന്നല്ലോ എന്ന് പറഞ്ഞ് നോക്കുമ്പോഴേക്കും കാവ്യയുടെ കയ്യിൽ കത്തി. അയ്യോ കത്തി, കാവ്യ നീ എന്താ കത്തിയൊക്കെ ആയിട്ട് എന്ന് പറയുമ്പോഴേക്കും എവിടെ അവൻ, എവിടെ അഞ്ജലി, അവൾ എവിടെ, അർജുൻ അവൻ എവിടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവരകത്തുണ്ട് എന്ന് പറയാണ്. കൊല്ലും ഞാൻ എല്ലാത്തിനെയും എന്ന് പറഞ്ഞിട്ട് കാവ്യ അകത്തേക്ക് കയറി പോവാണ്. എന്നിട്ട് എടാ അർജുനെ, എടാ അർജുനെ എന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിക്കാട്ടോ. അഞ്ജലി അവൾ എവിടെ എന്നൊക്കെ പറയുമ്പോഴേക്കും അവിടെ എല്ലാവരും ആ വീട്ടിലെല്ലാവരും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. നീ എന്താ മോളെ കാവ്യെ ഈ കാണിക്കണത് എന്ന് രാഘവനോട് ചോദിക്കുമ്പോൾ വേണ്ട, ആരും എന്നോടൊന്നും മിണ്ടണ്ട, ഒന്നും പറയുകയും വേണ്ട മോളെ, ഞങ്ങൾ പറയണ നീ ഒന്ന് കേക്ക്, മോളോ ആരുടെ മോള്, പോ പോ, എല്ലാരും എന്റെ മുമ്പിൽ പോയിക്കോ, ആരെങ്കിലും എനിക്ക് കുറുകെ വന്നു കഴിഞ്ഞാ ഞാൻ കുത്തി കീറും, ഞാൻ പോയിക്കോ, എല്ലാരും എന്റെ അടുത്ത് പോയിക്കോ, എല്ലാരും കൂടി എന്നെ ചതിക്കുമായിരുന്നു അല്ലേ, എല്ലാരും കൂടി എന്നെ പറ്റിക്കുമായിരുന്നു അല്ലേ എന്നൊക്കെ കാവ്യ പറയുമ്പോ മോളെ കാവ്യെ ഞങ്ങൾ പറയണത് നീ ഒന്ന് കേക്ക്, ഇനി എന്ത് പറയണം നിങ്ങൾക്ക്, എല്ലാരും കൂടി അർജുനൻ എനിക്ക് കെട്ടിച്ചു തരാന്ന് പറഞ്ഞിട്ട് അവസാനം അവൻ കെട്ടി വന്നതോ ആ അഞ്ജലിന, അത് നമ്മുടെ ആജന്മ ശത്രുവിന്, എന്നിട്ട് അവരകത്തേ കയറ്റില്ലേ നിങ്ങളെല്ലാരും കൂടി ചേർന്ന്, ഇനി ഒന്നും ആരും പറയണ്ട, അർജുനെ എടാ അർജുനെ എന്ന് പറഞ്ഞ് വിളിക്കാണ്. പെട്ടെന്ന് അർജുൻ റൂമിൽ ഇരുന്നിട്ട് അത് കേൾക്കുന്നുണ്ടാവും കേട്ടോ. അപ്പൊ അനുഭവം പറയണ്ട്, അയ്യോ കാവ്യെ അവൻ കിടന്ന് കാണുമായിരിക്കും, കിടന്ന് കാണുമായിരിക്കുമെന്നോ, സമ്മതിക്കില്ല, കിടക്കാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറയണം. അങ്ങനെ അർജുൻ നിലത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. തൊട്ടു പിന്നാലെ അഞ്ജലി വരുന്നുണ്ട് കേട്ടോ. അർജുനെ അഞ്ജലിനെ ഒരുമിച്ച് കാണുമ്പോൾ തന്നെ കാവ്യക്ക് ദേഷ്യം വരുവാണ്. അർജുൻ്റെ അടുത്ത് കാവ്യ പറയുന്നുണ്ട്, എടാ ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിച്ചില്ലേടാ, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നില്ലടാ, ഞാനത് നിന്നോട് പറഞ്ഞതുമല്ലേ, എന്നിട്ട് നീ പോയതോ ഇവളുടെ പിന്നാലെ, ഈ അഡ്വക്കേറ്റ് അഞ്ജലിയുടെ പിന്നാലെ, എന്തിനാടാ നീ എന്നോട് ഇങ്ങനെ ചെയ്തത്? കാവ്യ നീ ഞങ്ങൾ പറയണത് സമാധാനത്തോടെ കേക്ക്, വേണ്ട ഒന്നും കേൾക്കണ്ട, നീ ഇന്നത്തെ രാത്രി ഇവളുടെ കൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ ഞാൻ തകർന്നു പോയാനെ, ഇല്ല നീ ഇവളുടെ കൂടെ ഇന്നത്തെ രാത്രി കഴിയില്ല, ഇവളെ ജീവനോടെ വിടാൻ ഞാൻ സമ്മതിക്കില്ല. അപ്പോഴേക്കും അഞ്ജലിയുടെ മുഖമൊക്കെ അങ്ങനെ മാറുവാട്ടോ. അഞ്ജലിക്കൊക്കെ പേടിയും ടെൻഷനൊക്കെ ആവേണ്ട, കയ്യിൽ കത്തിയായിട്ടാ കാവ്യ നിൽക്കണത്. അർജുൻ പറയുന്നുണ്ട്, കാവ്യ ഞാൻ പറയണത് നീ ഒന്ന് കേക്ക്, അല്ലെങ്കിൽ വേണ്ട അഞ്ജലിനെ അല്ല നിന്നെയാ കൊല്ലേണ്ടത്, അതെ നീയാണ് മരിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് കാവ്യ കത്തി എടുത്തിട്ട് നമ്മുടെ അർജുന്റെ നേരെ കുത്താൻ പോകുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീർന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.